അമേരിക്ക വീണ്ടും ജനാധിപത്യത്തിന് വേദിയാകുകയാണ്. ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ US ജനത ഒരുങ്ങുന്നു. ഇത്തവണ രാഷ്ട്രീയത്തിന്റെ പോർക്കളത്തിലേക്ക് ഇറങ്ങുന്നവർ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച് പരിചയമുള്ള ഡൊണാൾഡ് ട്രംപും നിലവിൽ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡന്റെ പിൻഗാമിയായി എത്തുന്ന കമല ഹാരിസുമാണ്. ലോകമെമ്പാടും അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് ചൂട് പകരുമ്പോൾ ഇന്ത്യ ആർക്കൊപ്പം നിൽക്കുമെന്നത് പ്രസക്തമായ ചോദ്യമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ട്രംപിനൊപ്പമോ കമല ഹാരിസിനൊപ്പമോ? കമന്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപ് ഭരണത്തെ വലിച്ചു താഴെയിട്ട് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ ജോ ബൈഡനെ വൈറ്റ് ഹൗസിലേക്ക് ഇരുത്തിയപ്പോൾ അമേരിക്കയുടെ ഐതിഹാസികമായ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണെന്നായിരുന്നു പലരുടെയും വിലയിരുത്തൽ. പക്ഷേ 4 വർഷത്തിനു ശേഷം ട്രംപിനെതിരെ നിൽക്കാൻ ബൈഡൻ അശക്തനാണെന്ന തിരിച്ചറിവിലേക്ക് ഡെമോക്രാറ്റിക് പാർട്ടി എത്തിക്കഴിഞ്ഞു. നവംബർ 5 നടക്കാനിരിക്കുന്ന US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡന്റെ പിന്മാറ്റം വലിയ കോളിളക്കങ്ങളൊന്നും തന്നെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കില്ല. അത്തരമൊരു തീരുമാനം നിർബന്ധിതമായിരുന്നു. ജോ ബൈഡന്റെ പിന്മാറ്റം ഇന്ത്യ എങ്ങനെ കാണുന്നു എന്നതാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ച് പ്രസക്തമായ മറ്റൊരു ചോദ്യം. ട്രംപിനോട് എതിരിടാൻ താനില്ലെന്ന് പ്രഖ്യാപിക്കുക മാത്രമായിരുന്നില്ല ബൈഡൻ. തന്റെ പിൻഗാമിയായ കമല ഹാരിസിനെ അവരോധിച്ചുകൊണ്ടാണ് ബൈഡന്റെ പിന്മാറ്റം. 81കാരനായ ജോ ബൈഡൻ പിന്മാറുമ്പോൾ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ജോ ബൈഡന്റെ പിന്മാറ്റത്തോടെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കൂടിയ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപും ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായ കമല ഹാരിസും തമ്മിലുള്ള രാഷ്ട്രീയ പോരിനു കൂടിയാണ് വഴി തുറക്കുന്നത്. ജയിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ പോകുന്ന ആദ്യ വനിതയാകും കമല ഹാരിസ്. കമല ഹാരിസിന്റെ ഇന്ത്യയിലെ വേരുകൾ ഇന്ത്യയുമായുള്ള ഊഷ്മളമായ ബന്ധത്തിന് അടിത്തറയിടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുമായുള്ള ബന്ധങ്ങളിൽ പുതിയൊരു ഊഷ്മളത ഉണ്ടായേക്കാം. അതേസമയം USന്റെ നയനിലപാടുകളിൽ പ്രത്യേകമായൊരു മാറ്റം പ്രതീക്ഷിക്കാനുമില്ല. അമേരിക്കയും ഇന്ത്യയുമായുള്ള ബന്ധം മുമ്പത്തേക്കാൾ ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് പുതിയ ഉണർവോടെ മുന്നോട്ട് കൊണ്ടുപോകാനാകും രണ്ടിടത്തെ ഭരണകൂടങ്ങൾ ശ്രമിക്കുക. അതേസമയം 3ാം തവണയും പ്രധാനമന്ത്രി പദത്തിലേക്ക് മോദി എത്തിയതോടെ മോദി ട്രംപ് ബന്ധം എങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്നതും ശ്രദ്ധേയമാണ്. വീണ്ടും ട്രംപ് തന്നെ പ്രസിഡന്റ് ആകുമെന്ന ഊഹാഭോഗത്തിൽ ട്രംപിനെ പിന്തുണയ്ക്കുകയായിരിക്കും മോദി. ഇരുവരും തമ്മിലുള്ള വൈകാരിക ബന്ധം തന്നെയാണ് ഇതിന്റെ കാരണവും. കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പ് വേളയിൽ അമേരിക്കയിൽ മോദി നേരിട്ടെത്തി ഇന്ത്യൻ പ്രവാസി സമൂഹത്തോട് ട്രംപിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു മടങ്ങിയ കാര്യം ഓർക്കുന്നില്ലേ? മോദിയുടെ ഈ നിലപാട് ജോ ബൈഡനെ അസ്വസ്ഥനാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ തവണയാകുമ്പോൾ മത്സര രംഗത്ത് നിന്ന് ബൈഡൻ വിട്ടുനിൽക്കുകയും കമല ഹാരിസ് ചേരുകയും ചെയ്യുന്നതോടെ ട്രംപിനൊപ്പം നിൽക്കാനുള്ള തീരുമാനത്തിലായിരിക്കണം മോദിയും. വീണ്ടും ട്രംപ് പ്രസിഡന്റ് ആകുന്നത് മോദി സർക്കാർ അതീവ താല്പര്യത്തോടെ കാണുമെന്ന് പഴയ ചെങ്ങാത്തത്തിൽ നിന്ന് വ്യക്തവുമാണ്. ഇതിനു പുറമെ ട്രംപിന്റെ വ്യവസായ താല്പര്യങ്ങളിൽ ഇന്ത്യക്ക് കണ്ണുമുണ്ട്. പക്ഷേ കമലയാകട്ടെ ദക്ഷിണേന്ത്യൻ വേരുകളുള്ള സ്ഥാനാർത്ഥിയാണെന്നതും ഇവിടെ എടുത്തു പറയണം. തമിഴ്നാട്ടിലേക്ക് നീളുന്നതാണ് കമല ഹാരിസിന്റെ ഇന്ത്യൻ കണക്ഷൻ. തമിഴ്നാട്ടിലെ തുളസേന്ദ്രപുരത്താണ് കമലയുടെ അമ്മയുടെ മുത്തച്ഛൻ കഴിഞ്ഞത്. 5 വയസ്സുള്ളപ്പോൾ കമല തമിഴ്നാട്ടിൽ വന്നു പോയിട്ടുമുണ്ട്. കമല വൈസ് പ്രസിഡന്റ് ആയപ്പോൾ തുളസേന്ദ്രപുരത്ത് മാത്രമല്ല ഇന്ത്യയിൽ പലയിടത്തും ആഘോഷങ്ങളും നടന്നിട്ടുണ്ട്. അതേസമയം ചെറുപ്പത്തിലെ യാത്രയല്ലാതെ 12,900 കിലോമീറ്റർ അകലെയുള്ള തമിഴ്നാട്ടിൽ കമല പോയിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അമേരിക്കൻ പ്രസിഡന്റായാലും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായാലും സ്വന്തം നാടിന്റെ താല്പര്യങ്ങളാണ് ഏത് ഭരണാധികാരിക്കും പ്രധാനം. കമല ഹാരിസും ഋഷി സുനകും അത് ഇതിനോടകം തെളിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ജയിക്കുക? കമല ഹാരിസോ ട്രംപോ? നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.